ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളി കൊണ്ട് വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിക്കൊരു വലിയ സർപ്രൈസ് ഒരുക്കാനായി തീരുമാനിക്കുകയാണ് സുധീഷ്. നിധി ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ ബസ്സിൽ കയറിപ്പോയി കഷ്ടപ്പെടുന്നത് കണ്ട് നിധിക്കൊരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുക്കാനാണ് സുധീഷിന്റെ പ്ലാൻ. നിധിക്ക് പുതിയൊരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിലും സുധീഷിന്റെ കയ്യിൽ അതിന് പണമില്ല. ഇക്കാര്യം സുധീഷ് ഹരീഷിനോടും സുഭാഷിനോടും പറയുകയാണ്. അപ്പോൾ സുഭാഷ് ഒരു സെക്കൻഡ് സ്കൂട്ടർ വാങ്ങുന്നതിനെ കുറിച്ച് പറയുന്നു. ഹരീഷിന്റെ ഷോപ്പിൽ വിൽക്കാനായുള്ള സ്കൂട്ടർ വരാറുണ്ട്. അധികം പഴക്കമില്ലാത്ത നല്ലൊരു സ്കൂട്ടർ നിധിക്ക് വേണമെന്ന് സുധീഷും സുഭാഷും ഹരീഷിനോട് പറയുന്നു. തുടർന്ന് വർക്ക്ഷോപ്പിൽ ഒരു പുതിയ സ്കൂട്ടർ വിൽക്കാനായി കൊണ്ടുവരുമ്പോൾ ഹരീഷ് ഈ കാര്യം സുധീഷിനെ അറിയിക്കുകയാണ്. ഹരീഷും സുധീഷും മാറി നിന്ന് സംസാരിക്കുന്നു. ഏട്ടത്തിക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? നല്ലൊരു വണ്ടി വന്നിട്ടുണ്ട്, അത് വാങ്ങുന്നോ? പുതിയതാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് ചോദിക്കുകയാണ്, ഞാൻ എന്താ ഷോറൂം ആണോ നടത്തുന്നത്? മെക്കാനിക് ഷോപ്പിൽ വരുന്നത് സെക്കൻഡ് ഹാൻഡ് വണ്ടികളല്ലേ? എത്ര വർഷം പഴക്കമുള്ള വണ്ടിയാണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, അത് ഒരു 6-7 വർഷം പഴയ മോഡലാ. സുധീഷ് ചോദിക്കുന്നു, നല്ല വണ്ടിയാണോടാ? ഹരീഷ് പറയുകയാണ്, ഏട്ടത്തിക്കാകുമ്പോൾ ഞാൻ മോശം വണ്ടി എടുക്കാൻ പറയുമോ? സുധീഷ് പറയുകയാണ്, നീ പറയുമടാ, ഒരു മോശം വണ്ടി ഞാൻ നിധിക്ക് വാങ്ങിച്ചു കൊടുത്ത് അത് ഉപയോഗിച്ച് നിധി ദേഷ്യപ്പെട്ട് എന്നോട് വഴക്കുണ്ടാക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഞാൻ അങ്ങനെ ആഗ്രഹിക്കോ സുധീഷ് ഏട്ടാന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നീ അത് വിട്, വണ്ടിയുടെ കാര്യം പറ. ഹരീഷ് പറയുകയാണ്, വണ്ടി അല്പം പഴയതാണെങ്കിലും നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാ. കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി വിൽക്കുന്ന ആളെ എനിക്ക് പരിചയമുണ്ട്. അയാളുടെ മകളുടെ കല്യാണം കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയി. ആ പെൺകുട്ടിയുടെ വണ്ടിയാ വിൽക്കുന്നത്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, നല്ല കണ്ടീഷനിലാ. സുധീഷ് ഏട്ടൻ ഓക്കെ ആണെങ്കിൽ വന്ന് നോക്ക്. സുധീഷ് പറയുന്നു, ശരി, വില എത്രയാകുമടാ? ഹരീഷ് പറയുകയാണ്, അവര് കുറച്ച് വില കിട്ടുമെന്നുള്ള രീതിയിലാ സംസാരിക്കുന്നത്. സാരമില്ല, നമുക്ക് സംസാരിക്കാം. പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ്, നീ ആള് കൊള്ളാലോടാ. ഞാൻ വണ്ടി വാങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും ഏർപ്പാടാക്കി തന്നല്ലോ നീ. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി സംസാരിക്കുമ്പോൾ വാതിലിന്റെ അരികിലേക്ക് വന്ന നിധി അവരെ ശ്രദ്ധിക്കുകയാണ്. നിധി തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഹരീഷും സുധീഷും സ്കൂട്ടറിന്റെ കാര്യം സംസാരിക്കാതെ ജോലിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. സുധീഷും ഹരീഷും ചേർത്ത് പിടിച്ച് സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നത് കൊണ്ട് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് നിധിയും സുഭാഷും നികേഷും. സുഭാഷ് പറയുന്നു, അവരിങ്ങനെ മോളെ, എപ്പ വേണമെങ്കിലും അടികൂടാം, എപ്പ വേണേലും ഭയങ്കര സ്നേഹത്തിൽ ചിരിച്ച് സംസാരിക്കുന്നതും കാണാം. തുടർന്ന് അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പുറത്തേക്ക് പോകാനായി ഇറങ്ങുകയാണ് സുധീഷ്. സുഭാഷ് ചോദിക്കുന്നു, എന്താണ് സുധീഷ്, അത് രാവിലെ എഴുന്നേറ്റല്ലോ നീ? സുധീഷ് പറയുകയാണ്, ഇന്ന് ഞാൻ നേരത്തെ ഉണർന്നു, പിന്നെ മടി പിടിച്ച് കിടക്കാൻ തോന്നിയില്ല. നല്ല ചൂട് ചായ കിട്ടുമോ? സുഭാഷ് പറയുന്നു, ഇപ്പൊ തരാമടാ. സുധീഷ് ചോദിക്കുകയാണ്, സുഭാഷ് ഏട്ടാ, ഹരീഷ് ഇതുവരെ എഴുന്നേറ്റില്ലേ? സുഭാഷ് പറയുന്നു, നീ നേരത്തെ എഴുന്നേറ്റെന്ന് കരുതി അവന് നേരത്തെ എഴുന്നേൽക്കണമെന്നുണ്ടോ? അവൻ ഉറങ്ങട്ടെ, എങ്കിൽ ഞാൻ അവനെ പോയി ഉണർത്തട്ടെ എന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുകയാണ്, എന്തിനാടാ? സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഞാൻ അവനെ വിളിച്ചുണർത്തട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് ഉറങ്ങിക്കിടക്കുന്ന ഹരീഷിന്റെ അരികിലേക്ക് ചെന്ന് വിളിച്ചുണർത്തുകയാണ്. എഴുന്നേറ്റിരുന്ന ഹരീഷ് ചോദിക്കുന്നു, സുധീഷേട്ടൻ എന്താ വേണ്ടത്? പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ്, വണ്ടി നോക്കാൻ പോകാന്ന് പറഞ്ഞില്ലേ, നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഏത് വണ്ടിന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നീ രാത്രിയില് സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ വണ്ടി കാണാൻ പോകുന്ന കാര്യ ഞാൻ പറഞ്ഞത്. ഹരീഷ് പറയുകയാണ്, ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ അതിനുവേണ്ടി ഇത്രയും രാവിലെ വിളിച്ചുണർത്തണോ? സുധീഷ് പറയുകയാണ്, അതല്ലടാ, ആ വണ്ടി എങ്ങനെയാ ഇരിക്കുന്നതെന്ന് അറിയാതെ രാത്രി എനിക്ക് ഉറക്കമേ വന്നില്ല. ആ വണ്ടിയെ കുറിച്ച് ആലോചിച്ച് കിടക്കുകയായിരുന്നു ഞാൻ. ഹരീഷ് പറയുകയാണ്, സുധീഷേട്ടാ, വണ്ടിയെ പോലെ തന്നെ ആയിരിക്കും ഇരിക്കുക, എയ്റോപ്ലെയിൻ പോലെ ഇരിക്കില്ല. സുധീഷ് പറയുന്നു, നല്ല കോമഡി, പക്ഷെ ചിരിക്കാൻ സമയമില്ല. അത് വണ്ടിയാണോ എയ്റോപ്ലെയിൻ ആണോ എന്ന് നമുക്ക് നേരിൽ പോയി കണ്ടിട്ട് വരാം, നീ വാ. ഹരീഷ് പറയുകയാണ്, ഇത്ര രാവിലെ ഒരു വീട്ടിലേക്ക് എങ്ങനെ ചെന്ന് കയറുക? ഉച്ച കഴിഞ്ഞാ പോകാൻ നോക്കാം, ദയവ് ചെയ്ത് എന്നെ ഉറങ്ങാൻ സമ്മതിക്ക്. സുധീഷ് പറയുകയാണ്, അങ്ങനെ നീ ഇപ്പൊ ഉറങ്ങണ്ട, നമ്മൾ ഉച്ച കഴിഞ്ഞ ആ വീട്ടിൽ പോയി വണ്ടി കണ്ട് അതിനുശേഷം അത് വാങ്ങുന്നതൊക്കെ നടക്കുന്ന കാര്യമാണോടാ? ഹരീഷ് പറയുകയാണ്, എന്താ സുധീഷ് ഏട്ടാ ഇത്, ഇന്ന് തന്നെ ആ വണ്ടി വാങ്ങാൻ പോവുകയാണോ? സുധീഷ് പറയുകയാണ്, നല്ല വണ്ടിയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ വാങ്ങാവടാ, വാ എഴുന്നേൽക്ക്, നമുക്ക് പോയിട്ട് വരാം. ഹരീഷ് പറയുന്നു, ഓണർ ഈ സമയത്ത് എഴുന്നേറ്റ് കാണില്ല സുധീഷ് ഏട്ടാ. സുധീഷ് പറയുകയാണ്, എടാ, നീ ഫോൺ എടുത്ത അയാളെ വിളിച്ച് ഉണർത്തിയതിനു ശേഷം നമ്മൾ അങ്ങോട്ട് വരികയാണെന്ന് പറ. അയാൾക്ക് വണ്ടി വിൽക്കണോ വേണ്ടയോ? വാ എഴുന്നേൽക്ക്, വാടാന്ന് പറഞ്ഞ ഹരീഷിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് സുധീഷ്. ഹരീഷ് ഉറക്കം തോന്നി ബ്രഷ് ചെയ്യാനായി പോകുമ്പോൾ പിന്നിൽ ചെന്ന് നിൽക്കുന്ന സുധീഷ് പറയുകയാണ്, ഇവൻ വളരെ പതിയാണല്ലോ തേക്കുന്നത്. ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് സുധീഷിനെ കണ്ട് ചെട്ടി ഹരീഷ് ചോദിക്കുകയാണ്, എന്തിനാ സുധീഷ് ഏട്ടാ എന്റെ പിന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്? സുധീഷ് പറയുകയാണ്, നീ എന്ത് പതിയാ പല്ല് തേക്കുന്നത്? നീ പറഞ്ഞതുപോലെ ഉച്ച കഴിയുമല്ലോ പല്ല് തേച്ചിറങ്ങാനായിട്ട്, പെട്ടെന്ന് തേക്കിടാ, ഇങ്ങനെ തേക്കിടാന്ന് പറഞ്ഞ് ഹരീഷിന്റെ കയ്യിൽ നിന്നും ബ്രഷ് വാങ്ങിച്ച് ഹരീഷിന് പല്ല് തേപ്പിച്ചു കൊടുക്കുകയാണ് സുധീഷ്. ശേഷം ഹരീഷ് മുഖം കഴുകിയിട്ട് പറയുന്നു, ഇത് കുറച്ച് കൂടുന്നുണ്ട് സുധീഷ് ഏട്ടാ, വാടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഹരീഷിന്റെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ് സുധീഷ്. ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടാ, ഞാൻ ബാത്റൂമിലൊന്നും പോയില്ല,
പറ്റില്ല, അതൊക്കെ പിന്നെ പോകാമെന്ന് സുധീഷ് പറയുമ്പോൾ പറ്റില്ല, എനിക്ക് ഇപ്പൊ പോണമെന്ന് പറഞ്ഞ് ഹരീഷ് ബാത്റൂമിലേക്ക് കയറുകയാണ്. പിന്നാലെ കയറി വരുന്ന സുധീഷിനോട് ഹരീഷ് പറയുന്നു, ഇറങ്ങി പോകുന്നുണ്ടോ സുധീഷ് ഏട്ടൻ? ഒരു കസേര എടുത്തോണ്ട് വന്ന് ഇവിടെ വന്നിരിക്കാൻ പോവുകയാണോ? ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് വാതിലടയ്ക്കുകയാണ്. സുധീഷ് പറയുന്നു, പെട്ടെന്ന് വരണേടാ. ഹരീഷിന് സമാധാനം കൊടുക്കാതെ പെട്ടെന്ന് ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ ബഹളം വെക്കുകയാണ് സുധീഷ്. പുറത്തേക്ക് ഇറങ്ങി വന്ന ഹരീഷ് ചോദിക്കുന്നു, എന്തിനാ സുധീഷ് ഏട്ടൻ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? സുധീഷ് ഏട്ടന്റെ ടോർച്ചർ കാരണം എനിക്ക് ആ ജോലി തീർക്കാൻ കഴിഞ്ഞില്ല. ഹരീഷ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, നീ എവിടെ പോവാടാ? കുളിക്കാൻ ടവൽ എടുത്തോട്ട് വരട്ടെ എന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, കുളിക്കാതെ തന്നെ നീ സുന്ദരനല്ലേ, വെറുതെ നീ എന്തിനാ രാവിലെ കുളിക്കുന്നത്? നമുക്ക് വൈകുന്നേരം കുളിക്കാം, നമുക്ക് പോയിട്ട് വരാം. ഇത് കേട്ട് ഹരീഷ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ പിടിച്ച് സുധീഷ് ചോദിക്കുന്നു, നീ ഇപ്പൊ എവിടെ പോവാ? ഹരീഷ് പറയുന്നു, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. സുധീഷ് പറയുകയാണ്, ഹരീഷ് ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? സൂപ്പർ ആയിട്ടുണ്ടടാ, നീ നല്ല സ്മാർട്ട് ആയിട്ടുണ്ട് ഈ ഡ്രസ്സിൽ. ഹരീഷ് സുധീഷിന്റെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ സുധീഷ് പറയുകയാണ്, ശരി ശരി പോയിട്ട് വാ, പെട്ടെന്ന് പറഞ്ഞേടാ. ഹരീഷ് റൂമിലേക്ക് പോകുമ്പോൾ സുധീഷ് പിന്നാലെ പോകുകയാണ്. വാതിലിന്റെ അരികിലേക്ക് ചെന്ന ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടൻ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? അകത്തേക്ക് വന്നാൽ കൊന്നു കളയും ഞാൻ, ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞ് റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ് ഹരീഷ്. സുധീഷ് പറയുന്നു, മുഖത്തടിക്കുന്നത് പോലെയാണല്ലോ ഇവൻ വാതിലടയ്ക്കുന്നത്, ഒരു വണ്ടിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യണം. ഹരീഷ് സമയം പോകുന്നു, പെട്ടെന്ന് വാ. ഹരീഷ് പറയുന്നു, ഒന്ന് അടങ്ങി നിൽക്കവിടെ, ഞാൻ പെട്ടെന്ന് വരാം. ഭഗവാന്റെ ഫോട്ടോയുടെ അരികിലേക്ക് വന്ന് സുധീഷ് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ ഹരീഷ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരണേ, നല്ലൊരു വണ്ടി കിട്ടണേ. തുടർന്ന് ഹരീഷ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ചായയുമായി അവിടേക്ക് വരികയാണ് സുഭാഷ്. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ചായ ഒന്നും വേണ്ട, സുഭാഷ് ഏട്ടൻ തന്നെ കുടിച്ചോ അത്? എനിക്ക് ചായ വേണമെന്ന് ഹരീഷ് പറയുമ്പോൾ നമുക്ക് പിന്നെ കുടിക്കാന്ന് പറഞ്ഞ് ഹരീഷിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് സുധീഷ്. സുഭാഷ് പറയുന്നു, ചായ പോലും കുടിക്കാതെ ഇവരിത് എവിടെ ഓടി പോകുക? തുടർന്ന് ഹരീഷിന്റെ കടയിലേക്ക് വരികയാണ് ഹരീഷും സുധീഷും. പെട്ടെന്ന് കട തുറക്ക്, പെട്ടെന്ന് ഇറങ്ങി വാടാന്ന് പറഞ്ഞ് സുധീഷ് ബഹളം വെക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, ഈ പറയുന്ന കേട്ടാ തോന്നുമല്ലോ അകത്തിരിപ്പുണ്ട് വണ്ടിയെന്ന്, ഞാൻ ഓണറിനോട് പറഞ്ഞിട്ടുണ്ട്, ഓണർ വണ്ടിയുമായി ഇങ്ങോട്ട് വരും. തുടർന്ന് ഹരീഷ് കട തുറക്കുമ്പോൾ സ്കൂട്ടറിൽ അവിടേക്ക് വരികയാണ് ഓണർ. അയാൾ ചോദിക്കുന്നു, എന്താ ഹരീഷ് ഇത്ര രാവിലെ തന്നെ കട തുറന്നത്? ഹരീഷ് പറയുകയാണ്, ഇതെന്റെ ചേട്ടൻ സുധീഷ് വണ്ടി കാണണമെന്ന് പറഞ്ഞു, അതാ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞത്. ചേട്ടനാണോ വണ്ടിയെന്ന് ഓണർ ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, എനിക്കല്ല എന്റെ വൈഫിന്. ഓണർ പറയുന്നു, നല്ല ഐശ്വര്യമുള്ള വണ്ടിയാ, എന്റെ മകൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്ത വണ്ടിയായത്. 2 വർഷമായി അവൾ ഇതിലായിരുന്നു ജോലിക്ക് പോകുന്നത്. അവള് വണ്ടി നന്നായി സൂക്ഷിക്കുമായിരുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞ് ഗൾഫിൽ പോയി, അതാ ഞാൻ ഈ വണ്ടി വിൽക്കാമെന്ന് വിചാരിച്ചത്. വണ്ടി നല്ല കണ്ടീഷനിലാ. ഈ സമയം അയാളുടെ ഫോണിലേക്ക് ഒരു കോള് വരികയും നിങ്ങൾ വണ്ടി നോക്കെന്ന് പറഞ്ഞ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അയാൾ കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയുമാണ്. സുധീഷ് വണ്ടിയെ കുറിച്ച് കുറ്റങ്ങൾ പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഈ വണ്ടി പോരെങ്കിൽ സുധീഷ് ഏട്ടൻ പുതിയ വണ്ടി ഷോറൂമിൽ പോയി വാങ്ങിക്ക്. സുധീഷ് ഏട്ടൻ ഈ വണ്ടി തന്നെ വാങ്ങണമെന്ന് ഒരു നിർബന്ധമില്ല, ഞാൻ വേറെ നല്ല ആൾക്കാർക്ക് വണ്ടി വിറ്റോളാം. സുധീഷ് പറയുകയാണ്, എടാ വണ്ടി കണ്ടാൽ ഉടനെ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ വാങ്ങണോന്ന്, ഞാനൊന്ന് ഓടിച്ചു നോക്കിയിട്ട് വരട്ടെ. വണ്ടി ഓടിച്ചു നോക്കിയിട്ട് അവിടേക്ക് വന്ന സുധീഷ് പറയുന്നു, വണ്ടി ഓക്കെയാടാ, നന്നായിട്ടുണ്ട്. അവിടേക്ക് വന്ന ഓണർ ചോദിക്കുന്നു, സുധീഷ് വണ്ടി ഓടിച്ചു നോക്കിയോ? സുധീഷ് പറയുകയാണ്, ആ വണ്ടി ഓടിച്ചു നോക്കി, നല്ല വണ്ടിയാ. എത്ര ഇതിന്റെ വില? 30,000 എന്ന് ഓണർ പറയുമ്പോൾ സുധീഷ് ചോദിക്കണം, 30,000 കുറച്ച് കൂടിപ്പോയി സർ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് പറ. ഓണർ പറയുന്നു, എന്താ നിങ്ങൾ ഇങ്ങനെ അറിയാവുന്നവരും ആയിപ്പോയി. ശരി, ഹരീഷിന് വേണ്ടി ഒരു 5,000 രൂപ ഞാൻ കുറയ്ക്കാം, ഇനിയും കുറയ്ക്കാൻ പറ്റില്ല, സിംഗിൾ ഓണർ വണ്ടിയാ. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ ഹരീഷിനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് സുധീഷ്. 25,000 രൂപയ്ക്ക് ഈ വണ്ടി വാങ്ങാമോടാന്ന് സുധീഷ് ചോദിക്കുമ്പോ ഹരീഷ് പറയുകയാണ്, അത് ഓക്കെയാണ് സുധീഷ് ഏട്ടാ, ഞാൻ നേരത്തെ തന്നെ ഈ വണ്ടി ഓടിച്ചു നോക്കിയതാ. കുറച്ചുനാൾ കഴിയുമ്പോൾ ഏട്ടത്തിക്ക് ഒരു പുതിയ വണ്ടി തന്നെ വാങ്ങിക്കൊടുക്കാം നമുക്ക്. ഇത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് 1,00,000 രൂപ കൊടുത്ത് ഒരു പുതിയ വണ്ടി വാങ്ങാം. സുധീഷ് പറയുകയാണ്, അത് വേണ്ട, ഇത് ഓക്കെയാ, പക്ഷേ ഇന്ന് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഹരീഷ് ചോദിക്കുന്നു, ഇന്ന് തന്നെയോ? കയ്യിൽ പണമുണ്ടോ? 25,000 രൂപ കൊടുക്കണം, എങ്കിലേ വണ്ടി എടുത്തോണ്ട് പോകാൻ പറ്റുള്ളൂ. സുധീഷ് പറയുന്നു, അതൊക്കെ ഞാൻ സംസാരിച്ചോളാം, നീ എന്റെ കൂടെ നിന്നാ മതി. അങ്ങനെ അരികിലേക്ക് ചെന്ന് സുധീഷ് പറയുകയാണ്, സർ ഞങ്ങൾക്ക് വണ്ടി ഓക്കെയാണ്, ഇപ്പൊ ഞാനൊരു 10,000 രൂപ തരാം അഡ്വാൻസ് ആയിട്ട്. ഓണർ അത് വാങ്ങാൻ മടിച്ചു നിൽക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, സാർ എന്താ ഈ ആലോചിക്കുന്നത്? ഇത് വാങ്ങിച്ച് എണ്ണി നോക്കെന്ന് പറഞ്ഞ് ആ പണം കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് സുധീഷ്. എണ്ണി നോക്കിയിട്ട് ഓണർ പറയുന്നു, ശരി ബാക്കി പണം കൂടി തന്നിട്ട് വണ്ടി എടുത്തോണ്ട് വെക്കോ. സുധീഷ് പറയുകയാണ്, സർ ഒരു മിനിറ്റ്, ബാക്കി പണം ഉടനെ തന്നെ തരാം, പക്ഷെ വണ്ടി ഇപ്പൊ തന്നെ വേണം. നിങ്ങൾ എന്താ ഈ പറയുന്നതെന്ന് ഓണർ ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഹരീഷിനെ സാറിന് അറിയാവുന്നതല്ലേ, അവനെ വിശ്വസിച്ച് വണ്ടി തരില്ലേ? ഓണർ പറയുന്നു, അതൊക്കെ ശരിയാ, പക്ഷെ 10,000 രൂപ തന്നിട്ട് ഞാൻ എങ്ങനെ ഈ വണ്ടി തരിക? പാതി പണം പോലും തന്നില്ല, നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞാൻ 5,000 രൂപ കുറച്ചു. സുധീഷ് പറയുകയാണ്, സാർ എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണം. സാറിന്റെ മകൾക്ക് വേണ്ടി ആഗ്രഹിച്ച് വാങ്ങിയതല്ലേ ഈ വണ്ടി, അതുപോലെ ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചാണ് ഈ വണ്ടി വാങ്ങുന്നത്. എന്റെ ഫീലിങ്സ് സാറിന് മനസ്സിലാകില്ലേ? ഇപ്പൊ കയ്യോടെ ഈ വണ്ടി കൊണ്ടുപോയി അവളുടെ മുന്നിൽ നിർത്തുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമാകില്ലേ? എടാ ഹരീഷ് ഒന്ന് പറയടാ. ഹരീഷും സുധീഷും ഓണറുമായി സംസാരിക്കുകയാണ്. അവരുടെ വാക്കുകൾ കേട്ട് ഓണർ പറയുന്നു, ശരി ഹരീഷിന് വേണ്ടി ഞാൻ സമ്മതിച്ചു,
ബാക്കി പണം എപ്പം തരും? സുധീഷ് പറയുകയാണ് ഉടനെ തരാം സർ, എത്രയും പെട്ടെന്ന്. ഓണർ പറയുകയാണ് എപ്പോഴാണെന്ന് പറ. സുധീഷ് പറയുന്നു ഒരു 10-15 ദിവസത്തിനുള്ളിൽ പണം കിട്ടും. നാളെ പണം കിട്ടിയാൽ നാളെ തന്നെ തരും, അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തരും. ഓണർ പറയുന്നു ഒരുപാട് നാളൊന്നും എടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ പണം തരണം. തുടർന്ന് സുധീഷും ഹരീഷും സ്കൂട്ടറുമായി വീട്ടിലേക്ക് പോവുകയാണ്. ശബ്ദം ഉണ്ടാക്കാതെ സ്കൂട്ടർ മുറ്റത്തേക്ക് കൊണ്ടുവച്ചിട്ട് സുധീഷ് അകത്തേക്ക് നോക്കുകയാണ്. അവിടെയെങ്ങും ആരെയും കാണുന്നില്ല. ഹരീഷ് വണ്ടി മുന്നോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ സുധീഷ് പറയുകയാണ് നീ അത് പിന്നിലേക്ക് വെക്കടാ, നിധിക്ക് സർപ്രൈസ് ആയിട്ട് വേണം ഇത് കാണിക്കാൻ. നീ പോയി സുഭാഷേട്ടനെ വിളിച്ചോണ്ട് വാ. ഹരീഷ് സുഭാഷിനെ വിളിക്കാനായി അകത്തേക്ക് പോകുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ് വണ്ടി വാങ്ങി, ഇനി എന്റെ ഭാര്യ വണ്ടിയിലായിരിക്കും ജോലിക്ക് പോകുന്നത്. ഈ സമയം സൈക്കിളിന്റെ അവിടേക്ക് വന്ന ഭാസ്കരൻ സ്കൂട്ടറിലേക്ക് ശ്രദ്ധിക്കുകയാണ്. സംശയത്തോടുകൂടി സുധീഷിനെ നോക്കിയിട്ട് ഭാസ്കരൻ ചോദിക്കുന്നു വണ്ടിയൊക്കെ വാങ്ങിട്ട് വന്നിട്ടുണ്ടല്ലോ, എനിക്കാണോ? സുധീഷ് പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ തരാം. ഭാസ്കരൻ വീടി വലിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് നിധി പറഞ്ഞിട്ടില്ലേ ഇവിടെ വീടി വലിക്കാൻ പാടില്ലെന്ന്, കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്ക്. വണ്ടിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഭാസ്കരൻ കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. സുഭാഷിനെയും നികേഷിനെയും കൂട്ടിക്കൊണ്ട് ഹരീഷ് അവിടേക്ക് വരുന്നു. സ്കൂട്ടർ കണ്ട് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് അവർ. സുഭാഷ് ഏട്ടാ വണ്ടി എങ്ങനെയുണ്ടെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ് വണ്ടി നന്നായിട്ടുണ്ട്. സുധീഷ് പറയുകയാണ് ഇത് വാങ്ങാൻ വേണ്ടിയാ ഞാനും ഹരീഷും ധൃതി വെച്ച് പോയത്. ഇനി ഇതാ നമ്മുടെ നിധിയുടെ വണ്ടി, എങ്ങനെയുണ്ട്? സുഭാഷ് പറയുകയാണ് നന്നായിട്ടുണ്ടടാ, ഇത്ര പെട്ടെന്ന് നീ ഇത് വാങ്ങിയോ? ഹരീഷ് പറയുകയാണ് അതെ സുഭാഷ് ഏട്ടാ, ഇന്നലെ ഞാൻ ഒരു വണ്ടിയുണ്ട് വാങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു, രാവിലെ എന്നെ ഉറങ്ങാൻ പോലും സമ്മതിച്ചില്ല. വണ്ടി ഉടനെ കാണണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയതാ. വണ്ടിയുടെ മുഴുവൻ കാശും കൊടുത്തിട്ടില്ല, അഡ്വാൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്താടാ ഇതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് നിധി സ്കൂട്ടറിൽ പോകുന്നത് കാണാൻ എനിക്കൊരു ആഗ്രഹം തോന്നി സുഭാഷ് ഏട്ടാ, ഇവൻ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൈയോടെ പോയി വാങ്ങിക്കൊണ്ട് വന്നതാ. വണ്ടിയിൽ ഇരുന്ന് നോക്കി നികേഷ് പറയുകയാണ് നന്നായിട്ടുണ്ട്. ഈ വണ്ടിക്ക് എത്ര ആയെന്നാ സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ് 25,000 സുഭാഷ് ഏട്ടാ, 10,000 കൊടുത്തിട്ടുള്ളൂ, 15,000 കൊടുക്കാനുണ്ട്. അതൊക്കെ നമുക്ക് ഉടനെ കൊടുക്കാവുന്ന സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ് കൊടുക്കണം. സുഭാഷ് പറയുന്നു നമ്മുടെ നിധിക്ക് വേണ്ടിയല്ലേടാ, നമുക്ക് കൊടുക്കാവാടാ. സുധീഷ് പറയുകയാണ് അങ്ങനെ പറ സുഭാഷ് ഏട്ടാ, ഇനി ബാക്കി കഴിച്ച് സുഭാഷ് ഏട്ടൻ കൊടുത്തോളും. എന്തിനാ സുഭാഷ് ഏട്ടൻ കൊടുക്കുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ച് സുഭാഷ് പറയുകയാണ് നീ അത് വിടടാ, അതൊക്കെ നമുക്ക് നോക്കാം. സുധീഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ നിധി അകത്തില്ലേ? റൂമിലുണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ് സൂപ്പർ സുഭാഷ് ഏട്ടാ, നമുക്ക് നിധി ഈ വണ്ടി സർപ്രൈസ് ആയിട്ട് കാണിക്കാം. നികേഷ് നീ ഒരു കാര്യം ചെയ്യണം, ഒരു നല്ല തുണിയെടുത്ത് ഈ വണ്ടി കവർ ചെയ്തിടണം. ഞാൻ പോയി നിന്റെ ഏട്ടത്തിയെ കൂട്ടിക്കൊണ്ടുവരാം. അവള് വണ്ടി കണ്ടാലുടനെ അമ്പരന്ന് നിൽക്കണം. ഞാനും കൂടി വരാം സുധീഷ് ഏട്ടാന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ് നീ ഇവിടെ നിൽക്കടാ, എനിക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ടൈം അല്ലേ ഇത്, ഇതെന്റെ സർപ്രൈസ് ആണ്. അങ്ങനെ സുധീഷ് അകത്തേക്ക് പോകുമ്പോൾ കുറച്ച് അപ്പുറത്തായി നിൽക്കുന്ന ഭാസ്കരനും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് നിധിയുടെ റൂമിന്റെ വാതിലിൽ തട്ടി വിളിക്കുകയാണ് സുധീഷ്. പുറത്തേക്ക് ഇറങ്ങി വന്ന നിധി എന്താന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് നിധിക്കൊരു സർപ്രൈസ് ഉണ്ട്, ഒന്ന് വെളിയിലേക്ക് വരുമോ? എന്ത് സർപ്രൈസ് എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് ഇപ്പൊ അത് പറഞ്ഞാൽ അത് സർപ്രൈസ് ആകില്ലല്ലോ നിധി, കണ്ണടച്ച് എന്റെ കൂടെ വാ. നിധി ചോദിക്കുന്നു എന്തിനാ, അങ്ങനെ എന്ത് സർപ്രൈസാ? സുധീഷ് പറയുകയാണ് എന്റെ കൂടെ വാ നിധി, 2 മിനിറ്റിനുള്ളിൽ സർപ്രൈസ് എന്താണെന്ന് നിധി അറിയും, കണ്ണടയ്ക്കണം. നിധി കണ്ണടയ്ക്കുമ്പോൾ സുധീഷ് പറയുകയാണ് ഇത് ശരിയാകില്ല, നിധി ചിലപ്പോൾ കണ്ണ് തുറന്നു നോക്കും, അതുകൊണ്ട് ഞാൻ തന്നെ വന്ന് കണ്ണു പൊത്താം. പിന്നോട്ടേക്ക് മാറി നിധി ചോദിക്കുന്നു എന്താ, ഞാൻ കണ്ണു തുറന്നു നോക്കുകയൊന്നുമില്ല. സുധീഷ് പറയുന്നു ശരി കയ്യിൽ പിടിച്ചോ, ഇല്ലെങ്കിൽ കണ്ണടച്ചു വരുമ്പോൾ തട്ടി താഴെ വീണാലോ. ഇപ്പൊ കണ്ണു തുറന്നു വന്നാൽ എന്താണെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു നിധി പ്ലീസ്, സർപ്രൈസ് അല്ലേ? നിധി പറയുകയാണ് ശരി ഞാൻ വരാം, സ്റ്റെപ്പിന്റെ അവിടെ എത്തുമ്പോൾ കൈ തന്നാ മതി. ശരി വാന്ന് സുധീഷ് പറയുമ്പോൾ കണ്ണടച്ച് സുധീഷിന്റെ ഒപ്പം പോവുകയാണ് നിധി. സ്റ്റെപ്പിന്റെ അരികിലേക്ക് വന്ന നിധി വീഴാനായി തുടങ്ങുമ്പോൾ സുധീഷിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. കണ്ണു തുറക്കല്ലേ, ഞാൻ പറയുമ്പോഴേ കണ്ണു തുറക്കാവൂന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുന്നു ശരി. സുധീഷ് പറയുകയാണ് ഇവിടെ വരെ മതി, കണ്ണു തുറക്കരുത്, ഞാൻ പറയുന്നത് വരെ കണ്ണടച്ച് തന്നെ നിൽക്കണം. സുഭാഷും ഹരീഷും നികേഷും സ്കൂട്ടറിന് മുന്നിൽ സന്തോഷത്തോടുകൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. വണ്ടിയുടെ മുന്നിൽ നിന്നും സുഭാഷും നികേഷും ഹരീഷും മാറുമ്പോൾ കേറിയൊരു ബെഡ്ഷീറ്റ് ഇട്ട് സ്കൂട്ടർ മൂടിയിരിക്കുന്നത് കാണുകയാണ് സുധീഷ്. സുധീഷ് കണ്ണു തള്ളി നിൽക്കുമ്പോൾ നിധി ചോദിക്കുന്നു കണ്ണു തുറക്കട്ടെ? സുധീഷ് പറയുന്നു നിധി കണ്ണു തുറക്കല്ലേ, അങ്ങനെ തന്നെ നിൽക്കണേ. അങ്ങനെ സുധീഷ് സുഭാഷിന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്താ സുഭാഷ് ഏട്ടാ ഇത്? സുഭാഷ് പറയുകയാണ് നീയല്ലേ പറഞ്ഞത് തുണി വെച്ച് സ്കൂട്ടർ മൂടിയിടണമെന്ന്. സുധീഷ് പറയുന്നു നിധി കണ്ണു തുറക്കല്ലേ? സുഭാഷ് ഏട്ടാ അതിന് കീറിയ ബെഡ്ഷീറ്റേ കിട്ടിയുള്ളൂ, പെട്ടെന്ന് ഇതേ കിട്ടിയുള്ളെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ് ഞാൻ എങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്തതാ. നിധി ചോദിക്കുന്നു സുധീഷ് കണ്ണു തുറക്കട്ടെ? സുധീഷ് പറയുന്നു ഒരു മിനിറ്റ്, കണ്ണു തുറക്കല്ലേ നിധി? നിധി പറയുകയാണ് ഇല്ല ഞാൻ കണ്ണു തുറക്കാൻ പോകുക. ഈ സമയം ആ ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റുകയാണ് സുഭാഷും ഹരീഷും നികേഷും. കണ്ണു തുറന്ന നിധി സ്കൂട്ടർ കണ്ട് വിശ്വസിക്കാനാകാതെ ഞെട്ടി നിൽക്കുകയാണ്. ഇങ്ങോട്ടേക്ക് തിരിയുന്ന സുധീഷും ബെഡ്ഷീറ്റ് മാറ്റിയത് കണ്ട് ഞെട്ടി നിൽക്കുന്നു. എന്തിനാടാ തുണി എടുത്തതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ് കീറിയ ബെഡ്ഷീറ്റ് മാറ്റാൻ സുധീഷനല്ലേ പറഞ്ഞത്. വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടു കൂടി അരികിലേക്ക് വന്ന നിധി പറയുകയാണ് ഹായ് സ്കൂട്ടി എങ്ങനെയുണ്ടെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്
നന്നായിട്ടുണ്ട്. ആർക്കാ ഈ വണ്ടി? നികേഷ് നിനക്കാണോ? അല്ല ഏട്ടത്തിന്ന് നികേഷ് പറയുമ്പോൾ നിധി ചോദിക്കാണ് സുഭാഷ് ഏട്ടനാണോ? അയ്യോ എനിക്കല്ലെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നു പിന്നെ ആർക്കാ? സുധീഷ് പറയുന്നു നിധിക്കാ ഈ വണ്ടി. എനിക്കുമെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് അതെ ഈ വണ്ടി നിധിക്കാ. നിധി അമ്പരന്ന് നിൽക്കുമ്പോൾ സുധീഷ് പറയുന്നു നികേഷ് ആ കീ ഇങ്ങിതാ. അങ്ങനെ നികേഷിന്റെ കയ്യിൽ നിന്നും കീ വാങ്ങി സുധീഷ് നിധിയുടെ നേരെ കീ നീട്ടുകയാണ്. സത്യമാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് അതെ സത്യ. പാവം എന്നും ബസ്സിൽ കേറി ഇറങ്ങി പോവുകയല്ലേ. തക്കലയിൽ എന്ത് സൗകര്യത്തിൽ ജീവിച്ചതാ നിധി. അത്രയ്ക്ക് സൗകര്യങ്ങളൊന്നും തരാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നെയും കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു. ഇനി നിധിക്ക് സന്തോഷമായിട്ട് ജോലിക്ക് സ്കൂട്ടറിൽ പോകാം. ദാ ഇത് പിടിക്ക്, ഒരു റൗണ്ട് പോയിട്ട് വാ. നിധി വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ സുഭാഷ് പറയുകയാണ് എന്താ മോളെ ഇത്? എന്ത് ആഗ്രഹിച്ചു വാങ്ങിയതാണെന്നറിയോ ഈ വണ്ടി? വണ്ടി എടുത്ത് ഓടിക്കും മോളെ. സുധീഷ് സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ് മോൾക്ക് വേണ്ടി ഈ വണ്ടി വാങ്ങിയത് സുധീഷ. ഇപ്പൊ എനിക്ക് എന്തിനാ വണ്ടിയെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് എന്താ നിധി ഇത്? നിധി ഒന്നും പറയണ്ട, ആദ്യം വണ്ടിയിൽ കയറ്, കീ മേടിക്ക്. നികേഷ് പറയുകയാണ് ഏട്ടത്തി വണ്ടിയിലോട്ടൊന്ന് കേറ്. സുഭാഷ് ചോദിക്കണേ എന്തു പറ്റി മോളെ? വണ്ടി ഓടിച്ചു നോക്ക്. വിഷമത്തോടു കൂടി നിധി പറയുന്നു സുഭാഷ് ഏട്ടാ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് ഭാസ്കരൻ. സുധീഷ് ചോദിക്കുന്നു വണ്ടി ഓടിക്കാൻ അറിയില്ലേ? നിധി പറയുകയാണ് അറിയില്ല. നികേഷ് പറയുകയാണ് ഏട്ടത്തി ഇതൊക്കെ ഈസിയാ, സൈക്കിൾ ഓടിക്കത്തില്ലേ? അതുപോലെ വിചാരിച്ചാ മതി, കുറച്ചുനാൾ ഓടിച്ചാൽ ശരിയാകും. നിധി പറയുകയാണ് അതല്ലടാ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ലടാ. പൊട്ടിച്ചിരിച്ച് സുധീഷ് ചോദിക്കുന്നു നിധി എന്തേ പറയുന്നത്? സൈക്കിൾ പോലും ഓടിക്കാൻ അറിയില്ലേ? ഹരീഷ് നീ ഇത് കേട്ടോ, സൈക്കിൾ പോലും ഓടിക്കാൻ അറിയില്ലെന്ന്. സുധീഷ് പൊട്ടിച്ചിരിക്കുന്നത് കണ്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് നിധി. എല്ലാവരും ടെൻഷനോട് കൂടി നിൽക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു നിധിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ? ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു അറിയില്ല. ഇപ്പൊ അതിനെന്താ? സുധീഷ് പറയുകയാണ് വാ മാത്രം തക്കല വരെ പോകുന്നുണ്ട്. എന്താ പറഞ്ഞേ? ഇൻഡിപെൻഡന്റ് വുമണ്, എനിക്ക് എല്ലാം അറിയാം, ആരുടെ സഹായവും എനിക്ക് ആവശ്യമില്ലെന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ വണ്ടി പോലും ഓടിക്കാൻ അറിയില്ലെന്ന് പറയുന്നു. എന്തായിരുന്നു പറഞ്ഞേ? ആദ്യമേ സ്കൂട്ടർ വാങ്ങും, അതിനുശേഷം കാറ് വാങ്ങും, എന്തൊക്കെയോ കഥ പറഞ്ഞായിരുന്നല്ലോ. പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയില്ലെന്ന് മാത്രം പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ഒരു ലോറി കൊണ്ടുവന്ന് നിർത്തിയാൽ പോലും നല്ല ഭംഗിയായിട്ട് നിധി ഓടിക്കുമെന്ന്. സൈക്കിള് പോലും ഓടിക്കാൻ അറിയില്ലെന്ന്. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല സുഭാഷ് ഏട്ടാ. ശരി അത് വിട്, ഞാൻ തന്നെ നിധിയെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നാൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല, വണ്ടി ഓടിച്ചേ പഠിക്കാൻ പറ്റൂ, വാ നമുക്ക് പോയി പ്രാക്ടീസ് ചെയ്യാം. നിധി ചോദിക്കുന്നു നികേഷ് നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ? അറിയായിട്ടത്തിന്ന് നികേഷ് പറയുമ്പോൾ നിധി ചോദിക്കാണ് നീ എന്നെ പഠിപ്പിക്കൂ? പഠിപ്പിക്കായിട്ടത്തിന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ് നിധി ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞില്ലേ? നിധി പറയുന്നു അതിന്റെ ആവശ്യമില്ല, ഞാൻ നികേഷിന്റെ അടുത്ത് നിന്ന് പഠിച്ചോളാം. നികേഷ് നീ വണ്ടി എടുക്കടാ. നികേഷ് പറയുന്നു ശരി ഏട്ടത്തി. സുധീഷ് ഏട്ടാ കീ ഇങ്ങിതാ. സുധീഷ് ദേഷ്യത്തോടു കൂടി നികേഷിനെ നോക്കുമ്പോൾ അതിങ്ങി താന്ന് പറഞ്ഞ് സുധീഷിന്റെ കയ്യിൽ നിന്നും കീ വാങ്ങുകയാണ് നികേഷ്. സുധീഷ് വിഷമത്തോടു കൂടി നിൽക്കുന്നു. നികേഷ് പറയുന്നു ഏട്ടത്തി അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ പോയി നമുക്ക് ഓടിച്ചു നോക്കാം, അതിനുശേഷം റോഡിൽ ഓടിക്കാം. ശരിയടാന്ന് നിധി പറയുമ്പോൾ നികേഷ് വണ്ടി എടുക്കുകയാണ്. നികേഷിന്റെ ഒപ്പം സ്കൂട്ടറിൽ കയറി ബൈ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് പറയുകയാണ് അവൻ എന്തിനാണ് പോയത്? ഹരീഷ് പറയുകയാണ് വണ്ടി ഓടിക്കാൻ പഠിച്ചാ പോരെ, അത് ആരെങ്കിലും പഠിപ്പിക്കട്ടെ. സുധീഷ് പറയുകയാണ് അതെങ്ങനാടാ? ഞാൻ വേണ്ടേ പഠിപ്പിക്കാൻ? അപ്പോഴല്ലേ ഞങ്ങളുടെ ഇടയിൽ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആകും. വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുമ്പോൾ കുറച്ച് റൊമാൻറ്റിക് ആകാമെന്ന് വിചാരിച്ചു. ഒന്ന് പോ സുധീഷ് ഏട്ടാന്ന് ഹരീഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ് രാവിലെ ചായ പോലും കുടിക്കാതെ പോയതല്ലേ, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? നിങ്ങൾ വന്ന് കഴിക്കുമെന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. ഹരീഷും പിന്നാലെ പോകുന്നു. വിഷമത്തോടു കൂടി നിൽക്കുന്ന സുധീഷിനെ കണ്ട് സുഭാഷ് തിരിഞ്ഞെന്ന് പറയുന്നു സുധീഷെ വാടാ. അവരിങ്ങ് വരും. തുടർന്ന് ഗ്രൗണ്ടിലേക്ക് വന്ന നികേഷ് നിധിയെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്